ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു റെസിപ്പി ഇടുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കറി പോലും ഇല്ലാണ്ട് നമുക്ക് ഏത് നേരം വേണമെങ്കിലും വയറ് നിറച്ച് കഴിക്കാവുന്ന അതിരുചികരമായ ഒരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലോടുള്ള പീസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസോ വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കണമെങ്കിൽ ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ പിഴിഞ്ഞ് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ മാത്രം മതി. കാരണം ഇത് നമ്മളൊരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ചിക്കന് നല്ലോണം ആ ഉപ്പും മുളകെല്ലാം പിടിക്കും. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഏതായാലും ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ അത് റെഡിയായി കിട്ടുക. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാനിവിടെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ കറിവേപ്പില, മല്ലിയിലയാണ് എടുത്തത്. എല്ലാം ഓരോന്ന് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബോൺലെസ് ചിക്കന് വെന്ത് കിട്ടും. ഇനി നിങ്ങൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് കോരി എടുക്കുകയാണ്. ഈ ഓയിലിൽ നിന്ന് നമ്മൾ ഈ ചിക്കൻ കംപ്ലീറ്റ് കോരി മാറ്റിയെടുത്തതിന് ശേഷം ഈ സെയിം ഓയിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ മാത്രം ഈ പാനിൽ ബാക്കി വെച്ചതിന് ശേഷം ബാക്കി ഓയിൽ മാറ്റിക്കളയുക. ആ ഓയിലാണ് നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓയിൽ എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകുക. അപ്പോൾ ഞാനിതാ പറഞ്ഞ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ബാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം നമ്മൾ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് അധിക പേർക്കും ക്യാപ്സിക്കം ഇഷ്ടം ഉണ്ടാവില്ല. ക്യാപ്സിക്കം ഇടുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ലാസ്റ്റ് മസാലയിൽ റെഡി ആയതിൻ്റെ ശേഷം മാത്രമേ ക്യാപ്സിക്കം ഇടാൻ പാടുള്ളൂ. ഫസ്റ്റ് തന്നെ അതിട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. ക്യാപ്സിക്കം ഒരിക്കലും നന്നായി വഴന്ന് പോകാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ സവാളയും നമ്മുടെ കറിവേപ്പിലയും മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടണം. അതായത് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സവാളേൻ്റെ ആ ഒരു പച്ച ടേസ്റ്റിൽ ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിന് കുറച്ചൊരു വേവ് ഉണ്ടാവും. അപ്പോൾ ക്യാരറ്റ് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. അതായത് അത് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അധികം അങ്ങ് സോഫ്റ്റ് ആവേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നെടുത്താൽ നമ്മളെ മസാലേൻ്റെ ടേസ്റ്റ് പോകും. നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള ആ ഒരു മസാല കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, എല്ലാം 1/4 ടീസ്പൂണാണ്, 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ അല്ല നിങ്ങൾക്ക് എടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. കാരണം നമ്മളിതിൽ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ ക്യാരറ്റിനെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. മുന്നേ നമ്മൾ ക്യാരറ്റിനെ വഴറ്റിയെടുത്ത് പിന്നെ മസാലപ്പൊടി ഇട്ടിട്ടെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളെ മസാല വല്ലാണ്ട് വെന്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ ഒരു പൊടീൻ്റെ പച്ച ചൊയ ഒന്ന് മാറി കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സിക്കം ഇപ്പോൾ ലാസ്റ്റ് ഇടണം. ഇതെല്ലാം കൂടിയിട്ട് ആ മസാല കംപ്ലീറ്റ് നമ്മുടെ പച്ചക്കറികളിൽ എല്ലാത്തിലെത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല കേട്ടോ. നമ്മുടെ പൊടികളൊന്നും ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുരുമുളക് 1 ടീസ്പൂൺ ഒഴിക്കുക. ബാക്കിയെല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഞാനത് സെപ്പറേറ്റ് അത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കന് നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം, ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതാണ് ഞാൻ ബ്രസ്റ്റ് പീസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ല എല്ലോടുള്ള പീസ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മീറ്റ് മാത്രം ഇതേപോലെ ഒന്ന് പിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കനും കൂടി നമ്മുടെ ഉള്ളി മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ മസാല റെഡിയായി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പെല്ലാം ഒന്ന് നോക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയിലുള്ള ഉപ്പെല്ലാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയതിന് ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസ് ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഒറിഗാനോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോയിൽ ഇതിലിട്ട് കൊടുത്താലും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഇടുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ മയോണൈസും കെച്ചപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മയോണൈസിന് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എന്നുള്ള രീതിക്ക് എടുത്താൽ കറക്റ്റ് ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചപ്പാത്തി, കുബൂസ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലാന്നാണെങ്കിൽ ചപ്പാത്തി ചുട്ടെടുക്കുക. ചപ്പാത്തി ചുടുന്നതൊന്നും ആർക്കും അറിയാത്തതായിട്ടില്ലല്ലോ. അതിനുശേഷം ചപ്പാത്തി ആയാലും കുബൂസ് ആയാലും ഇനിയിപ്പോൾ ദോശയായാലും നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ മേലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസ് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുന്നേ നമ്മൾ മസാലയിൽ കെച്ചപ്പിടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും ചപ്പാത്തീൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല ഇതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് വെച്ച് കൊടുക്കരുത്, കാരണം നമ്മളിത് സാൻഡ്വിച്ച് പോലെ ചുറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാൻഡ്വിച്ച് പേപ്പറിൽ ചുറ്റിയെടുക്കുക. അതേപോലെ അലുമിനിയം ഫോയിലിൽ ചുറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ മേലയിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു സാധനം കൂടി വെക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് നമ്മളെ മാഗി നൂഡിൽസ് വെറുതെ, അതായത് അതിൻ്റെ ടേസ്റ്റ് മേക്കർ ഇട്ടിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയെടുത്ത നൂഡിൽസാണ്. അതിൽ പച്ചക്കറി ഒന്നും ഇട്ടിട്ടില്ല. അതിനുശേഷം ഇത് 2 ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പറിലേക്ക് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കിട്ടും. അതിൻ്റെ മസാലയൊന്നും പുറത്തു പോകില്ല, നമുക്ക് കഴിക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ ഷവർമയെല്ലാം കഴിക്കുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ ഒരു ചപ്പാത്തി ഷവർമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. നൂഡിൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ ആ ടേസ്റ്റ് മേക്കർ നൂഡിൽസ് ഇട്ടിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തത് കൂടി അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ റെഡിയാക്കി എടുക്കുക. ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഗസ്റ്റിന് വരെ ഇത് സെർവ് ചെയ്യുക. ഇനിയിപ്പോൾ റമദാനെല്ലാം വരുന്നേരം ഇഫ്താറിനെല്ലാം നിങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബാക്കി വന്ന ചപ്പാത്തിയെല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് കുബൂസ് വാങ്ങിയിട്ടുണ്ടെങ്കിലെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു മസാല തയ്യാറാക്കിയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടെങ്കിലോ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിലോ ഇതുപോലെ റോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് റോൾ ചെയ്ത് വെച്ചാലും മതി. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് ആവശ്യമുള്ള അത്ര റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇത് ഇഷ്ടപ്പെടും. ഇത് കഴിക്കാനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നൂഡിൽസ് എല്ലാം ഇട്ടുകൊണ്ട്, ഇനിയിപ്പോൾ നൂഡിൽസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മസാല വെച്ചിട്ട് ചപ്പാത്തിയിലോ കുബൂസിലോ തയ്യാറാക്കിയെടുക്കാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.